ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ റൂട്ട് മാപ്പ്. ഈ കാണുന്നതാണ് പൊന്നിൻ കുരിശിരിക്കുന്ന സ്ഥലം, പള്ളിയിലെ. സംഭവം കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഡ്രസ് മാറുന്നു, വേറെ ഡ്രസ് ഇടുന്നു, രക്ഷപ്പെടുന്നു. ഓക്കെ രക്ഷപ്പെടുന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഈ വഴിയെ പോകരുത്. എടാ അവിടെ അച്ഛൻ കമ്മിറ്റിക്കാരുണ്ട്, പിടിക്കും. ഈ ബാക്കി കാണുന്ന ഇടവഴി ഉണ്ടല്ലോ, ഈ ഊട് വഴി വേണം നമുക്ക് രക്ഷപ്പെടാൻ. ആശാനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിന്ന് പൊന്നും കുറിച്ച് മോഷിക്കാൻ വന്നേക്കാണോ അതോ നാടകം കളിക്കാൻ വേണ്ടി വന്നേക്കാണോ? നാടകം കളിക്കാൻ. പിന്നെ എന്താണ് ഈ ഊട് വഴിയൊക്കെ പറഞ്ഞു തന്നത്? എടാ നാടകം പൊളിയുമ്പോ ഇടികൊള്ളാതെ രക്ഷപ്പെടണം, അതിനുള്ള വഴിയായി പറഞ്ഞു തന്നു. നിങ്ങളുടെ ട്രൂപ്പിൽ എന്ന് പരിപാടി കളിച്ചാലും നാട്ടുകാർ ഓടിക്കും. ആ കഥ പറയല്ലേ. ഇന്നലത്തെ നാടകം പൊളിയാൻ മെയിൻ കാരണം നീയാ. ഇന്നലെ ഞാൻ എന്നാ ചെയ്തത്? മദ്ദല്ല മറിയത്തിനെ കല്ലെറിയുന്ന സീനില് ഈ മറ്റേ പുള്ളിക്കാരൻ പറയല്ലേ, പാപം ചെയ്യാത്തവരെ കല്ലെറിയത്തെയാണ്. അപ്പൊ നീ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കല്ല് താഴെട്ടിട്ട് നമ്മൾ പുറകോട്ട് പോകണം. ആണോ? എന്നിട്ട് ആ ഡയലോഗ് പറയുമ്പോ നീ എന്തിനാ മദ്ദള മറിയത്തിന്റെ നെറ്റിക്കിട്ട് കല്ല് വലിച്ചെറിഞ്ഞത്? അതിന് കാര്യമുണ്ട്. എന്റെ ആശാൻ ഇന്നലെ എന്റെ ഭാര്യ പരിപാടി കാണാൻ വേണ്ടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. പാപം ചെയ്യാത്തവർ കല്ലെറിട്ട് എന്ന് പറയുമ്പോ ഞാൻ എറിഞ്ഞില്ലെങ്കിൽ എവള് വിചാരിക്കല്ലേ ഞാൻ പാപം ചെയ്യണമെന്ന്. പിന്നെ ഇതേ വേറെ സംഭവം, നമ്മുടെ കമ്മിറ്റിക്കാർ ചോദിച്ചേ പരിപാടി കഴിഞ്ഞ് നമ്മൾ അടിക്കുമെന്ന്. എന്നാ വെളിവില്ലാത്ത കമ്മിറ്റിക്കാരാണ്. പരിപാടി കഴിഞ്ഞ് അടിക്കുവാണോ ഇടിക്കുവാണോ തൊഴിക്കുവാണോ കെട്ടിവിടുവാണോ അവരല്ലേ തീരുമാനിച്ചു. ഈ ഓപ്ഷൻ ചോദിക്കുന്ന കമ്മിറ്റിക്കാരെ ഞാൻ ആദ്യം. അതിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് നമ്മൾ വെള്ളം അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വെള്ളം അടിക്കുന്ന കാര്യം ഇവിടെ മിണ്ടിപ്പോയിരുന്നു. എനിക്കത് ഇഷ്ടമല്ല. അടിക്കില്ലാത്ത ഒരാളാ. ഇന്ന് പരിപാടി വലിയ വിഷയമില്ലാട്ടാ. പള്ളിയിലെ ഇടവക്കാരെയൊക്കെ കൂടുതൽ ബംഗാളികളാണ് നാടകം കാണാൻ വേണ്ടി. എവിടെ ചെന്നാലും ഹിന്ദിക്കാരുടെ ബഹളമാണ്. ഒരു രക്ഷയില്ല. അതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത സീസണിൽ ഒരു ഹിന്ദി നാടകം ഇറക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോ നമുക്ക് നോർത്ത് ഇന്ത്യയും കവർ ചെയ്യാലോ. സൗത്ത് ഇന്ത്യയിൽ മേടിച്ചു കൂട്ടണ പോരാ. നോർത്ത് ഇന്ത്യയിലേക്ക് അവരുടെ സ്വഭാവം പറഞ്ഞാലും മോഹന നീ നെഗറ്റീവാ പറയുള്ളൂ. ഞാൻ നെഗറ്റീവ് ഇട്. ഇടാ നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സമയമില്ലോ. അതിന് മുമ്പ് അവരിങ്ങോട്ട് കയറി വരുമല്ലേ, പിന്നെ അങ്ങനെ ഇറങ്ങി ചെല്ലും. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ കുറിച്ച് ഞാൻ നേരത്തെ സംഭവം കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ചാലക്കുടിയിൽ പരിപാടി അറിയിച്ച് നിങ്ങൾ പുഴയിൽ എടുത്തിട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അത് അപഖ്യാതിയല്ലേ? ആര് പുഴയിൽ എടുത്തിട്ടു? ആ കഥ നിനക്കറിയാൻ പാടില്ല. അതായത് ഭീമന്റെ ഗതി എന്ന നാടകം കളിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. നീ സോമന്റെ ഭീമൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്ന് കാണണം. എനിക്ക് താല്പര്യമില്ല. തട്ടുപൊളിപ്പം പ്രകടനമില്ലേ ഞാൻ? ചാലക്കുടി അമ്പലത്തിൽ ഭീമന്റെ കഥ. ഞാൻ ഭീമനായിട്ട് ഈ സോമൻ മിന്നിത്തിളങ്ങുന്നു. കൗരവരെ ഒന്നാകെ നിലം പരിശാക്കിട്ട് ഞാൻ സ്റ്റേജിന്റെ സെന്ററിൽ വന്ന് നിന്നൊരു ഡയലോഗ് ഇട്ടു. ഞാനിങ്ങനെ നിന്ന് നോക്കുന്നതും ഒരു 200 കൗരവന്മാർ എന്റെ നേരെ പഞ്ഞു വരും. കൗരവന്മാർ 101 ഉള്ളൂ. അതായത് കൗരവരല്ലായിരുന്നു, കരികേറിയ കരക്കാരായിരുന്നു. ആ നിമിഷം സോമൻ ഓടി. സോമനല്ല, ഭീമനാണല്ലോ നിങ്ങള്. അടി വന്നാ പിന്നെ ഭീമനില്ല. ഭീമനെ സ്റ്റേജിൽ ഉപയോഗിച്ചിട്ട് സോമൻ ഓടും. ഓടിയെന്ന് പറഞ്ഞ കാല് പറിച്ചുള്ള ഓട്ടല്ലാണ്. നീ ഇങ്ങോട്ട് നോക്കി. അടി ഇവിടെ മുടിയില്ല, ഫ്രീക്കാണുള്ള ബ്രേക്ക്. അന്ന് ഓടിയപ്പോ കുതികാല് വന്ന് അടിച്ചിട്ട് മുടി പറഞ്ഞു പോയല്ലേ ഇതുവരെ കൊടുത്തിട്ടില്ല. അമ്മാതിരി ഓട്ടായിരുന്നു. ഓടി ചെന്ന വഴി പുഴയിലേക്ക് എടുത്ത് ചാടി. എന്റെ മോഹന, അന്നാണ് മീനുകളുടെ സംഘബലം ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ ഭീമനെ സ്റ്റേജിൽ ഊരിയിട്ടിട്ട് സോമൻ വിത്തൗട്ട് ആയിട്ടല്ലേ പുഴയിൽ ചാടിയത്. ഞാൻ അലറി കൂവി കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ പോലും എന്നെ രക്ഷിക്കുന്നില്ല. സോമം വിത്തൗട്ടല്ലേ. എന്റെ ഭാഗ്യത്തിൽ നോക്കുമ്പോ ആണ്ട്ര ഒരു നൈറ്റ് ഒഴുകി വരുന്നു. ഭാഗ്യം അതെടുത്തിട്ടതേ ഓർമ്മയുള്ളൂ. എവിടെന്നാന്നറിയാൻ മേലെ ഒരു 36 കൈവൻ തന്നെ പൊക്കിക്കൊണ്ടാണ് പോയി. സോമനാശനെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ഹിന്ദു പുരാണം വിട്ട് ബൈബിൾ നാടകത്തിലേക്ക് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്താ? ബൈബിളിനോടുള്ള താല്പര്യം കൊണ്ടാണോ? ബൈബിളിനോടുള്ള താല്പര്യമല്ല, പിന്നെ ഇറച്ചിയും മീനിനോടും ഒരു താല്പര്യം. എടാ അമ്പല പരിപാടിക്ക് എന്നാ ഫുഡ് അറിയാലോ, സാമ്പാർ, അവിയല്, പച്ചക്കറി കഴിച്ച് നാവിന്റെ ടേസ്റ്റ് പോയിടാ. പള്ളിയിലെ ഫുഡ് അറിയാവോ? എന്റെ പൊന്നു മോഹനാ, നല്ല തുമ്പപ്പൂ പോലത്തെ ചോറ്. കറക്റ്റാണ്. പുളിശ്ശേരി എന്ന് പറഞ്ഞാലോ നല്ല തൈലം പോലെ ഇരിക്കും. ഒഴിച്ച് അവിടെ നിന്ന് ഓളം വിട്ടു. പിന്നെ മീന് ചുമ്മാ മത്തയറി വെച്ച് തരുമല്ല, നല്ല നെയ്മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുടംപുളിയൊക്കെ ഇട്ട് ഒരു ചുവന്ന കളറിങ് വെച്ച് തരും. അതൊന്ന് തൊട്ട് നോക്കിയാൽ ഒരാഴ്ച അതിന്റെ ടേസ്റ്റ് നിൽക്കൂടാ. ബീഫില്ലേ? ബീഫോ വെള്ളം ഇറക്കിട്ട് പറയണം. ബീഫുണ്ട്. ബീഫ് ചുമ്മാ ചാറ് കൂട്ടി അടിക്കുമല്ല, പിന്നെ തേങ്ങാക്കൊത്തൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒലത്തി ഇങ്ങി വെച്ച് തരും. അതെ കമ്മിറ്റിക്കാരായി, നിങ്ങൾ ഭക്ഷണം ഇപ്പൊ കഴിക്കുവാണോ അതോ നാടകം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്? എന്നതാണ് ഇത്? ചില ഗ്രഹണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ട മതി ഓടി നോട്ടിയിരുന്നു. നിന്റെ ആക്രാന്തം കണ്ട അവധി വിചാരിക്കല്ലേ നമ്മൾ ഇറച്ചി മീനും കാണാതെ കിടക്കുക. അത് സത്യമല്ലേ? സത്യമാണെങ്കിൽ നമ്മളറിഞ്ഞാ പോരെ, നാട്ടുകാരെ അറിയിക്കണം. ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ഭക്ഷണം കഴിച്ചേക്കാം, നോമ്പായതുകൊണ്ട് പച്ചക്കറിയാണ്.
കൊല്ലത്തി തന്നു ബീഫ്. മോൻ അത് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്ത് നോക്കി കടിക്കണേ. പ്രസിഡന്റ്, ഞങ്ങൾ പോണ വഴി തട്ടുകടന്ന് കഴിച്ചോളാം. അപ്പൊ ഇന്ന് കട്ടൻ ചായം വേണം. എന്റെ പൊന്നെ ബീഫും പൊറോട്ടയും മേടിച്ചു തരാം. പിന്നെ പരിപാടി കഴിഞ്ഞ് കാട്ടിക്കിട്ടോടുമ്പോ എവിടെയാണോ തട്ടുകട? എനിക്ക് വിശന്നിട്ട് വയ്യ. ബീഫെന്ന് പറഞ്ഞ് കൊതിയായി പോയി. എന്റെ മൂടും പോയി. നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ നാളെ തുടങ്ങാൻ നോക്കാവോ? ഇപ്പൊ തുടങ്ങാം. പിന്നെ അച്ഛനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അച്ഛനെയൊക്കെ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ പറയണം. അതെ, പ്രസിഡന്റ് പറഞ്ഞാണ് അച്ഛനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞേരെ. അച്ഛനെ ബൂസ്റ്റ് ചെയ്ത് ആ നോട്ട് ചെയ്ത് നമുക്ക് ഒന്ന് പറഞ്ഞാൽ പോലെ പിടിവാശി കളയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. വളരെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും കണ്ണീരുപ്പാക്കി സ്വന്തം മകനെ ഒരു മഹാനടനാക്കി മാറ്റിയ മർത്തിപ്പറമ്പിൽ സുകുമാരന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാടകം ആരംഭിച്ചു. മർത്തിപ്പറമ്പിൽ സുധാകരൻ എന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനെ ബൂസ്റ്റ് ചെയ്യാനാണ്. നിന്റെ അച്ഛൻ നാരായണനാണ്. പിന്നെ അച്ഛൻ ചത്തുപോയി. ആളെ എന്തൊരു ബൂസ്റ്റ് ചെയ്യണം? പിന്നെ ആരുടെ പ്രസിഡന്റിന്റെ അച്ഛന്റെ പേരെന്നാന്ന് എനിക്കറിയാൻ പറ്റും. എന്റെ പൊന്നെ, ഈ ഇടവകയിലെ അച്ഛനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇടവകയിലെ വികാരി അച്ഛൻ. എനിക്കറിയാം, ഞാനത് ഒരുപാട് ചെയ്തിട്ടുള്ളൂ. ചെയ്യുന്ന പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുന്ന ഒരു പ്രത്യേക അറിയിപ്പ്. ഈ നാടകം ആദ്യാവസാനം സസൂക്ഷ്മം വീക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ നാടകം ഉൾക്കൊള്ളാൻ പറ്റൂ. വിവരക്കേട് വിളിച്ച് പറയല്ലേ. സസൂക്ഷ്മം നോക്കിക്കഴിഞ്ഞാൽ കള്ളത്തരം മൊത്തം പൊളിയും. ഫ്ലിക്കർ ലൈറ്റ് അടിച്ച് കളിച്ചു പോകാം. അത് മതി. പ്രിയമുള്ളവരെ, സസൂക്ഷ്മം നിരീക്ഷിക്കാൻ പറഞ്ഞത് ഒരു നാക്കുപിഴയാണ്. ഈ നാടകം എന്നൊരു വിനോദാപാധിയാണല്ലോ. അമ്പലപ്പുറമ്പിൽ വേറെയും ഒരുപാട് വിനോദങ്ങളുണ്ട്. ഇഞ്ഞോട്ടായി നുണയാം, കപ്പലിന് കുറിക്കാം, ഹൈറ്റജമ്പലവും പറത്തി കളിക്കാം. ഇതിനിടയ്ക്ക് സമയമുണ്ടെങ്കിൽ മാത്രം ഏരിയയിലേക്ക് ഒന്ന് പാടി നോക്കുക. സൂപ്പർ. പ്രിയമുള്ളവരെ, ഈ നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ ക്യാമറയിലോ ഷൂട്ട് ചെയ്ത് ഇത് മറ്റു മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ. എന്റെ ആശാൻ, അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാണ്. നമ്മൾ വൈറലാവും. എടാ, ഇവിടെ ആകുമ്പോ 250 പേര് ഇടവക്കാരോട് സമാധാനം പറഞ്ഞ മതി. സമൂഹ മാധ്യമങ്ങളെല്ലാം വൈറലായ ഉണ്ടല്ലോ. എന്റെ പൊന്നു മോഹന, റേഷൻ കടയിൽ പോലും പോകാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. ഞങ്ങളുടെ നാടകത്തിന് മികച്ച നടനടക്കം 7 സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ സംസ്ഥാന അവാർഡാ തലസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ട് എന്ന് കിട്ടി. ഗ്രാമപഞ്ചായത്തിന്റെ പുരസ്കാരം നേടിക്കൊണ്ട്. ഏത് പഞ്ചായത്തിന്റെ? എനിക്കൊരു കൊടുത്തു. പ്രിയമുള്ളവര്, പൊൻപുലരി ബാലവേദിയുടെ 2023 തരക്കേടില്ലാതെ കളിച്ചൊപ്പിച്ചു എന്നുള്ള ട്രോഫി നേടിക്കൊണ്ട് കൊച്ചിൻ സോമനം സംഘം അവതരിപ്പിക്കുന്ന നാടകം ആരംഭിക്കുന്നു. ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ്. അതെ, ഒരു മിനിറ്റ്. എന്നതാ? ഇച്ചിരി കട്ടൻ ചായ വേണമെങ്കിൽ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം. കട്ടൻ ചായ ഉണ്ടാക്കാം. ഞാൻ കട്ടൻ ചായ കുടിക്കും. വെള്ളം തുടങ്ങി അതവിടെ അങ്ങനെ കൊണ്ടുപോയി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പോ. അനൗൺസ്മെന്റിന്റെ സമയത്ത് ഒരു കുരിശുമായിട്ട് വരും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു. ഞങ്ങളുടെ നാടകത്തിന്റെ പേരാണ് പീലാത്തോസിന്റെ വിധി, അഥവാ ജഡ്ജ്മെന്റ് ഓഫ് പീലാത്തോസ്. ഇളി നിർത്തിട്ട് അല്ലോ പറയണം പട്ടി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ. നിന്റെ മൂത്തച്ഛൻ ചത്ത. പട്ടി പാട്ട് നിർത്തിയിട്ട് ഡയലോഗ് പറയാൻ. പ്രഭോ, ഈ ജോർദാൻ നദിയും ശിവമണിയും. ബൈബിളിൽ ഏതവിടെ ശിവമണി? എടാ, ശിവമണിയല്ല. പിന്നെ ശിവൻ ദേവസ്യാണോ? ശിവൻ ദേവസ്യോ? നീ ഇവിടെ ട്യൂഷൻ നടത്താൻ വന്നതാണ്. എടാ, ശിവമണിയല്ല, വേറെന്തോ സാധനമാണ്. എന്ത് മണിയാന്ന് ഓർത്ത് പറയണം. എന്ത് ചാശാനം മണിയെന്ന് വിട്. നീ അല്ലേ മണി എടുത്തിട്ടത്? ഇപ്പം പിന്നെ ഞാൻ മണിയെ പിടിക്കാതിരിക്കും. ശിവമണിയല്ല, പിന്നെ ഹിമമണിഞ്ഞ മലതിലെ ഈ ജോർദാൻ നദിയും ഹിമമണിഞ്ഞ മലനിരകളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ റോമയുടെ മാറിൽ. റോമയുടെ മാറോ? റോമയുടെ മാറല്ല. പിന്നെ ആരുടെ? പിന്നെ ആരെയാണ് ആരുടെ മാറല്ല? പിന്നെ റോമിന്റെ മാറിൽ. റോമിന്റെ മാറിൽ. ഈ റൂമിന്റെ മറവിൽ. റൂമിന്റെ മറവോ? പിന്നെ കർട്ടന്റെ മറവാണോ? കർട്ടന്റെ മറവോ? പിന്നെ എവിടെയാ? നിനക്ക് ഈ മറയത്തിരിക്കുന്ന കേസ് മാത്രമേ മനസ്സിലുള്ളൂ. എടാ, ആരുടെ മറവിലല്ലോ. പിന്നെ സൈനാധിപൻ പ്രഭു ഇടക്കിടക്ക് നമ്മുടെ രാജ്യമായ റോമിനെ പടേ വിസ്മരിക്കുന്നു. ഓ റം, ഈ റോമിന്റെ മാറിൽ. മാർജോ?
മാർച്ചല്ലടാ ഏപ്രിൽ. ഏപ്രിലായിരുന്നോ? എടാ മാർജാരജാരൻ മാർജാരജാരനാണ് ഈ ബെടാപ്പാവ്. ഒറ്റ ഡയലോഗിന് നാടകം ഡൽഹി കൊണ്ടുവന്നല്ലോ. മാർജാരജാരനാണ് ഈ ബറാബസ്. ഇവിടെ വരെ ഒക്കെ ബാക്കിയുടെ കൈ തരൂ. പ്രഭു, യഹൂദന്മാരുടെ രാജാവെന്ന്. യഹൂദന്മാരുടെ ഒരു സാധനം ഉണ്ടല്ലോ. ഞാനിനി അത് വിളിച്ചു പറയണോ? വേണ്ട. യഹൂദന്മാരുടെ ആരാണ്? യഹൂദന്മാരുടെ പ്രസിഡന്റ് എന്ന്. ഖജാൻജി. ADS ആണോ? ഈ യഹൂദന്മാരെ അയൽക്കൂട്ടം ഉണ്ടാക്കാൻ വന്ന യഹൂദന്മാരുടെ രാജാവ്. ആ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്ന അവനെ ശിക്ഷിക്കുക. ചിച്ചിക്ക് ആറടി പൊക്കോട്ട് സൈനാധിപൻ നിന്ന് വിളമ്പുവാ. ചിച്ചിക്കുക. എടാ പൊത്തെ ശിക്ഷിക്കുക. അറിയാമെങ്കിൽ പിന്നെ അങ്ങ് ശിക്ഷിച്ചാ പോരെ. ഞാൻ നോക്കിയിട്ട് അവനിൽ ഒരു തെറ്റും കാണുന്നില്ല. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഞാനിതാ കൈ കഴുകുന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അമ്മച്ചിയാണ് പങ്കില്ലേ. നമ്മുടെ നാടകം പൊളിഞ്ഞില്ല. നമ്മുടെ നാടകം വിജയിച്ചു. ഭയങ്കര അഭിപ്രായം. ആശാൻ കിടിലാണ്. നാടകം വിജയിച്ചെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് വരാൻ പറഞ്ഞേ. അങ്ങോട്ട് വരാൻ പറഞ്ഞല്ല. പിന്നെ ആദ്യമായിട്ട് നാടകം വിജയിച്ചെന്ന് പ്രഷർ കയറി തലക്കടിച്ച. എന്റെ ദൈവമേ, ഈ ട്രൂപ്പിൽ നാടകം വിജയിച്ചാലും പൊളിഞ്ഞാലും ഹോസ്പിറ്റലിൽ തന്നെ. പ്രിയപ്പെട്ടവര്, എന്റെ സമയത്ത് ഈ സമയത്ത് തിക്കുറിശീനെ അവതരിപ്പിക്കുവാണോ? തിക്കുറിശീനെ അവതരിപ്പിച്ചില്ല പറ്റി. പിന്നെ പ്രഷറിൽ തലക്കടിച്ചിട്ട് നാക്ക തളർന്നു പോയതാളാ. എന്നെ ആശുപത്രി കൊണ്ടുപോടാ.